ഡിയർ സ്റ്റുഡൻസ്, ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ 7ാമത്തെ ചാപ്റ്ററാണ് 1857 കലാപം, അതായത് ദ റിവോൾട്ട് ഓഫ് 1857. നമുക്ക് 2 ചാപ്റ്റർ മുന്നത്തത് പറയാനുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ പല കുട്ടികളും ആവശ്യപ്പെട്ടതിൻ്റെ ബേസിലാണ് ഇപ്പോൾ എടുക്കുന്നത്. നോക്കാം നമുക്ക്. 1857 ശക്തമായിട്ടുള്ള ഒരു ജനകീയ വിപ്ലവം ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷ് ഭരണത്തെ ഏതാണ്ട് തുടച്ചു നീക്കി. ശിപ്പായിമാരുടെ അഥവാ കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരായ പട്ടാളക്കാരുടെ ഒരു ലഹളയായിട്ടാണ് ഇത് തുടങ്ങിയത്. എന്നാൽ അത് വേഗത്തിൽ വിസ്തൃതമായുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും സാമാന്യ ജനങ്ങളെ അതിൽ പങ്കുകൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് കർഷകരും കൈവേലക്കാരും സൈനികരും ഒരു വർഷത്തിലേറെക്കാലം ധീരമായി പൊരുതി അവരുടെ മാതൃകാപരമായ ധീരതയും ബലിയും ഇന്ത്യയിലെ ജനങ്ങളുടെ ചരിത്രത്തിലെ മഹത്തായ ഒരു അധ്യായം എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. 1857 ശക്തമായിട്ടുള്ള ഒരു ജനകീയ വിപ്ലവം ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പൊട്ടിപ്പുറപ്പെട്ടു. അത് ബ്രിട്ടീഷ് ഭരണത്തെ ഏതാണ്ട് തുടച്ചു നീക്കാൻ സഹായിച്ചു. ശിപ്പായിമാരുടെ അഥവാ കമ്പനി സൈന്യത്തിലെ ഇന്ത്യക്കാരായ പട്ടാളക്കാരുടെ ഒരു ലഹളയായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിവേഗത്തിൽ ഇത് വിസ്തൃതമായ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും സാമാന്യ ജനങ്ങളെ അതിലേക്ക് പങ്കുകൊള്ളിക്കുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് കർഷകരും കൈവേലക്കാരും സൈനികരും ഒരു വർഷത്തിലേറെ കാലം ധീരമായി പൊരുതി അവരുടെ മാതൃകാപരമായ ധീരതയും ബലിയും ഇന്ത്യയിലെ ജനങ്ങളുടെ ചരിത്രത്തിലെ മഹത്തായിട്ടുള്ള ഒരു അധ്യായം എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. എന്താണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള കാരണങ്ങൾ, എന്താണ് ജനറൽ കോസസ് എന്താണെന്ന് നോക്കാം നമുക്ക്. 1857 കലാപം ശിപ്പായിമാരുടെ അതൃപ്തിയിൽ നിന്നുളവായതിനേക്കാൾ അതിലപ്പുറം പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ സാമ്രാജ്യ ഭരണത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും നയങ്ങളുടെയും കമ്പനി ഭരണത്തിനെതിരായ ജനങ്ങളുടെ പരാതികളുടെയും വിദേശ ഭരണത്തിനോടുള്ള വെറുപ്പിൻ്റെയും ഒരു ഉൽപ്പന്നമായിരുന്നു. ഒരു നൂറ്റാണ്ടിലേറെ കാലം ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ പടിപടിയായി കീഴടക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ഇടയിൽ വിദേശ ഭരണത്തിനെതിരെ പൊതുവായിട്ടുള്ള അസംതൃപ്തിയും വിദ്വേഷവും ശക്തി പ്രാപിച്ചു. ഈ ഒരു അസംതൃപ്തിയാണ് ശക്തമായിട്ടുള്ള ജനകീയ കലാപമായിട്ട് മാറിയത്. 1857 കലാപം ശിപ്പായിമാരുടെ അതൃപ്തിയിൽ നിന്നുള്ളതാണെങ്കിലും അതിനേക്കാൾ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം സാമ്രാജ്യ ഭരണത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ നയങ്ങളും കമ്പനി ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പരാതികൾ വർദ്ധിക്കാൻ കാരണമായി. ഒരു നൂറ്റാണ്ടിലേറെ കാലം ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ പടിപടിയായിട്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ഇടയിൽ വിദേശ ഭരണത്തിനെതിരെ പൊതുവായിട്ടുള്ള അതൃപ്തിയും വിദ്വേഷവും വ്യാപിക്കുകയാണ്. ഈ അതൃപ്തിയാണ് ശക്തമായ ജനകീയ കലാപമായിട്ട് മാറിയത്. അപ്പോൾ ഒരു പക്ഷേ